എന്തായാലും നീ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാ മതി. നടക്കില്ല. ഒന്നുമില്ലല്ലോ, ആ കൊച്ചൊരു ചെളിപുരട്ടി അല്ലേ? എടാ ചെളിവരട്ടി അല്ല, സെലിബ്രിറ്റി. നിനക്ക് മാത്രമല്ലടി ഡാൻസ്, ഞങ്ങൾക്ക് പറയാം. പതിനേഴ് തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെൺകുട്ടികൾ ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്ന സ്ഥലമാണ്. എന്തോ നാടി അവൻ ഇരുന്നോണ്ട് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അമ്മ പറഞ്ഞത് അവനല്ല, സുരാജ് വെഞ്ഞാറമ്മൂടാന്ന്. സൊസൈറ്റിയിലാണോ പാല് കൊടുക്കുന്നത്? നാട്ടുകാർ തന്നെ വന്ന് വാങ്ങിക്കോ? ആപ്പാടെ ഒരു പശുവിന് 3/4 ലിറ്റർ പാലൊക്കെ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 40 ലക്ഷത്തിന്റെ വൈഡൂര്യം കൊണ്ട് 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചവനെ നിന്നെ എന്തോ ചെയ്യാനാടാ ഞാൻ. അവസാനമായിട്ട് ഒരവസരം കൂടെ തരാം. മറ്റേ ചാനലിലേക്ക് പൊക്കൂടെ 2 പേർക്കും? ഇല്ല, പറ്റില്ല. പറ്റില്ല. ഇവിടെ അഗ്രിമെന്റ് ഉണ്ട്, പോകാൻ പറ്റില്ല. പോലീസ് വരുന്ന പോലീസാ? ഗുഡ് ഈവനിംഗ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് പതിവ് പോലെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ചേട്ടനെ. ഹായ്, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? അപ്പൊ അങ്ങ് തുടങ്ങാല്ലേ? അശ്വതിക്ക് സുഖമാണോ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. എനിക്ക് സുഖമായി ചേട്ടാ, പറഞ്ഞാ മതിയല്ലോ. അതെ, പലരും വിചാരിച്ചു അശ്വതി ഞാനുമായിട്ടൊക്കെ ഉടക്കി പിരിഞ്ഞാണ് പോയതെന്ന്. ശരിക്കും ഉടക്കി പിരിഞ്ഞതല്ല, അത് ആ സ്കിറ്റിന്റെ എൻഡ് ക്ലൈമാക്സ് അങ്ങനെയാണ്, അങ്ങനെ നിർത്തിയതാണ്. അല്ലാതെ ഒരു ചാനലിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വന്ന ഒരു പറ്റിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഇതാണ് സംഭവിച്ചത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത എപ്പിസോഡിന്റെ ക്ലൈമാക്സ് നമ്മൾ ഉടക്കി പിരിയുന്നതായിട്ടായിരുന്നു. സ്കിറ്റിന്റെ ഭാഗമായിരുന്നു. സ്കിറ്റ് ചെയ്ത് ഇവിടുന്ന് പോയിട്ട് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഷൂട്ടിന് വരാൻ പറ്റിയില്ല. അത് ആകസ്മികമായി സംഭവിച്ചതാണ്. എനിക്ക് കണ്ണിൽ ഒരു ഇൻഫെക്ഷൻ വന്നു. അതെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിത്തീനം, കണ്ണിക്കേടെന്ന് പറയും. അപ്പൊ ഇൻഫെക്ഷനും അതൊന്നും അല്ല, അത് കണ്ണിത്തീനം വന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കണ്ണിലെ ഇൻഫെക്ഷൻ ഇത്ര വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനെതിരെ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തു അല്ലേ? അതെ, ഞാൻ സുരാജേട്ടനുമായിട്ട് അടിച്ചു പിരിഞ്ഞു പോയതാണോ, ഭയങ്കര വിഷയം ഉണ്ടായോ? എനിക്ക് എന്റെ കസിൻസ് ഒക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, ചേച്ചി ചാനലിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ, നമ്മൾ ഇടപെടണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ലൈക്ക് ഒരുപാട് പേര് അത് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ചിലർക്ക് മനസ്സിലായി അതെങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് വരാതിരുന്നതാണ് പ്രശ്നമായത്. പക്ഷെ അത് ശരിക്കും ഇതുകൊണ്ടാണ്. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇവിടെ ഉള്ള പലർക്കും ഈ കണ്ണിത്തീനം കൊടുത്തിട്ട് പോയി, 3-4 പേർക്ക്. മാത്രമല്ല എയർ ഇന്ത്യയിലെ എല്ലാ സ്റ്റാഫും ഇപ്പൊ കണ്ണിത്തീനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്കൊന്ന് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മുടെ സൈറ്റിലും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മെസ്സേജുകളും കമന്റുകളും ഉണ്ട്. അതിൽ നിന്ന് ചിലതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വായിക്കാൻ പോകുന്നത്. എഡിറ്റഡ് കമന്റുകളാണ്, അതായത് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന മാത്രമേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്നാ വായിച്ചോളൂ. ഫ്ലവേഴ്സ് TV ഇത് അയച്ചിരിക്കുന്നത് കൃഷ്ണകുമാറാണ് കേട്ടോ കമന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് TV ഈ പ്രോഗ്രാം വിജയിപ്പിച്ചത് അശ്വതിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അശ്വതിയെ വേണ്ട, പ്ലീസ് അശ്വതി കൊണ്ടുവരും. അതാണ് കൃഷ്ണകുമാരെ താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാരെ അശ്വതിയെ നമ്മൾ ആരും പറഞ്ഞു വിട്ടതല്ല. ഇപ്പൊ മനസ്സിലായില്ല, കണ്ണിത്തീനം പിടിച്ച് കിടക്കുകയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഉടക്കിയിട്ടല്ല കേട്ടോ. ശരി, അശ്വതി എവിടെ? അശ്വതിയെ കാണണം. അശ്വതി ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കും. അശ്വതി ഞങ്ങളുടെ ചങ്കാണ് എന്ന് പറഞ്ഞിട്ട് അലി മുഹമ്മദ്. അലി താങ്ക് യു സോ മച്ച്. എന്നെ കുറിച്ചുള്ള കൂടെ വായിക്കും, വെറുതെ അശ്വതി ബോറടിക്കുന്നു. വരുന്നു. സാം വർഗീസിന്റെ കമന്റ് ഉണ്ട്. സാം പറഞ്ഞിരിക്കുന്നത് ഷെയ്ം ഓൺ യു. ഇത് ശരിക്കും ഒരു ഡിസ്ലൈക്ക് ഓപ്ഷൻ ഈ പേജിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നെന്ന് സാം പറഞ്ഞിട്ടുണ്ട്. സാം ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തൊരു വ്യക്തിയാണ്. സാം ഇത് അങ്ങനെയൊന്നും അല്ല. പിന്നെ എബീഷ് മോന്റെ ഒരു കമന്റ് ഉണ്ട്. ഇതൊക്കെ അവരുടെ നമ്പർ അല്ലേ, പിന്നെ പിണങ്ങി ആര് പിണങ്ങി? കോമഡി ഒന്നും ഇല്ലാതെ വന്നപ്പോ അവരിട്ടൊരു നമ്പർ. അത് ഉഗ്രം കമന്റ് ആണ് കേട്ടോ. അത് കോമഡി ഇല്ലാഞ്ഞിട്ടല്ല, മനസ്സിലായില്ല, അതിന്റെ ക്ലൈമാക്സ് അങ്ങനെയായിരുന്നു. അതെ, KT ഉബൈസിന്റെ ഒരു കമന്റ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്തരം നാടകങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കരുത് പ്ലീസ്. ഇല്ല, നമ്മൾ അതല്ല ഉദ്ദേശിച്ചത്, ഇത് അങ്ങനെ സംഭവിച്ചു പോയതാ. ഓക്കെ, സന്ദീപ് നായർ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാമിന് റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു അടവായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ ആളെ പൊട്ടനാക്കുന്ന ഏർപ്പാട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് MSV തലയാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ അനീസ് സത്താർ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് ഇതാണ്. ഉഗ്രം കമന്റ് ആണ്. നല്ല സൂപ്പർ പ്രോഗ്രാം ആണ്. അശ്വതി നല്ല സൂപ്പർ അവതരണമാണ്. അതാണ്
അശ്വതിയും സുരാജേട്ടനും കൂടിയുള്ള തമാശകൾ, നല്ല പുതുമയുള്ള ഹാസ്യങ്ങൾ മറ്റ് ചാനലുകളെ പോലെ ആവല്ലേ ഫ്ലവേഴ്സ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മികച്ച കോമഡി ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ അശ്വതി സുരാജും ഒന്നിച്ച് വന്നാലേ രസമുള്ളൂ. ചേട്ടാ അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ചേട്ടാ വേറൊരു കമന്റ് വന്നിട്ടുള്ളത്, വായിക്കേ. അശ്വതിയെ കൊണ്ടും സുരാജിനെ കൊണ്ടും വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ കോമഡി സ്കിറ്റുകളാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കമന്റ് ഇട്ടേക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ബിനു അടിവാളി. നമ്മുടെ കൂടെ സ്കിറ്റ് കളിക്കുന്ന പയ്യൻ തന്നെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ട്, ഇത് വായിച്ചിട്ട് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ കമന്റിനാണ്. ചേട്ടൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഈ ഒരു കമന്റ് വായിച്ചിട്ടാണ് ചിരിച്ചത്. മാത്രമല്ല ഇതിപ്പോ ശരിക്കും ആളുകൾ നമ്മൾ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയ അത്രയ്ക്ക് നല്ല ഒരു കമന്റ് ആണ്. നമ്മളിത് ഇവിടെ ഭയങ്കര ഭീകര സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അശ്വതി കോമഡി സൂപ്പറായിട്ട് നിർത്തി, സുരാജുമായിട്ട് പ്രശ്നം, സുരാജ് ഇങ്ങനെ പെരുമാറാമായിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ടൈറ്റിലിന്റെ അടിയിൽ ആളുടെ ഒരു കമന്റ്, 2 വാക്കേ പോട കള്ള. അത് എത്ര കേട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും ചിരിച്ചു പോകുന്നു. ക്ലാസ് ഡയലോഗ്. വിഷ്ണു ലാൽ ടി പിള്ളയാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടുള്ളത്. വിഷ്ണു പൊളിച്ച് കേട്ടോ, ഉഗ്ര കമന്റ്. ഒരുപാട് കമന്റ് ഇങ്ങനെ ഫേസ്ബുക്കിലും നമ്മുടെ ഏതിലൊക്കെ വന്നേ, ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബ് പേജിലും ചാനലിലും ഒക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു, നമ്മളൊരു ഓൺലൈൻ ചാറ്റിങ്ങിന് ഞാനും അശ്വതിയും റെഡിയാണ്. അത് നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ പ്രേക്ഷകരുമായിട്ട്. കാരണം നിങ്ങളുടെ ഒരുപാട് കമന്റുകൾ വായിച്ച് ചിരിക്കാറുണ്ട്. പിന്നെ വേറെ ഏറ്റവും നല്ല സുരാജിന് ജാട എന്ന് പറഞ്ഞു. പ്ലീസ്, എനിക്ക് ജാട ഇല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് റെഡി. അപ്പൊ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഒരു ഓൺലൈൻ ചാറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റും ടൈമും ഒക്കെ എന്താണെന്നുള്ളത് ഉടനെ തന്നെ അറിയിക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആരാ ഇന്നത്തെ അതിഥി? നാടകവേദികളിൽ തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ച് ബിഗ് സ്ക്രീനിലേക്ക് എത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ സർവ്വസമ്മതനായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ. അനൂപ് ചന്ദ്രൻ. என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி ஆடுங்கடா என்ன சுத்தி நான் ஐயனாறு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி அடியும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எலும்ப ஒடிச்சு வச்சு அடுப்பில்லாம எறிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல். നമസ്തേ മിസ്റ്റർ അനൂപ് ചന്ദ്രൻ. എന്താ ബാക്കിൽ കൈയൊക്കെ കെട്ടി എന്തൊക്കെയുണ്ട് വിഷയം? രണ്ടാള് രണ്ട് സൈഡിൽ വന്നപ്പോ ഇത് എന്ത് പരിപാടിയാണെന്നുള്ളത്, അപ്പൊ അതുകൊണ്ടാണെന്ന് തയ്യാറെടുക്കുകയായിരുന്നു. പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം? നല്ല പ്രോഗ്രാം. താങ്ക് യു. എന്തൊക്കെയുണ്ട് ഈ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എല്ലാത്തിനും എതിരെ പ്രതികരിക്കുന്ന ഒരാളാണ് അനൂപ് ചന്ദ്രൻ. എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം പല സിനിമാ താരങ്ങളും പല വിഷയങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാറില്ല. കാര്യം എന്തിനാ അവരെ ഇവരെ പിണക്കുന്നതെന്നൊക്കെ തോന്നും എല്ലാവരും. ഈ ക്ഷുഭിത യൗവനത്തിന്റെ വക്താവാണ് താങ്കൾ. ക്ഷുഭിതനാണോ? രണ്ട് കാര്യമാണ്. അതെ, ക്ഷുഭിതനാണോ എന്ന് അറിയണം, യൗവനമാണോ എന്ന് അറിയണം. അതിനാണ് സുരാജൻ ആ ചോദ്യം ചോദിച്ചത്. മനസ്സിലായോ? ക്ഷുഭിത യൗവനം ആവശ്യമുള്ള കാര്യത്തിൽ ശോഭിക്കുകയും എന്നാൽ ജീവിത അവസാനം വരെ യൗവനം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അതുകൊണ്ടാണോ താങ്കൾ കല്യാണം കഴിക്കാതെ ഇപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അല്ല, അത് കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു അപകടമല്ലേ, നമ്മൾ ഇതിനെ ക്ഷണിച്ചു വരുത്തുന്നത്. വരുമ്പോ അനുഭവിച്ചാൽ എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ രണ്ടുപേരും അനുഭവിച്ചോണ്ടിരിക്കുക, അതിന് എന്നെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ
അല്ല കല്യാണം അപകടം എന്നുള്ള കാഴ്ചപ്പാടൊന്നും അങ്ങനെയൊന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചു, വളരെ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. ഞാൻ സാർ നമ്മൾ പോകുമ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഫോൺ കോൾ വരികയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഫോൺ കോൾ വരികയാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് എന്താണ് അപ്പൊ വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാറ് ഭാര്യ ആയിരിക്കും വിളിച്ചല്ലേ, ഭാര്യയോടാ വിളിച്ച. ഭാര്യയോട് അപ്പുറം അങ്ങനെ സംസാരിക്കും. എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ഈ അടുത്ത സമയത്തെങ്ങാനും? എന്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ, അവന്റെ 38ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അവന്റെ ഭാര്യയ്ക്ക് ഒരു 33 വയസ്സുണ്ട്. ഇവരുടെ ഒരു ദാമ്പത്യം കാണുമ്പോ, പരസ്പരം ഒരു ബഹുമാനം കാണുമ്പോ, അവരൊരു ഇഷ്ടം കാണുമ്പോ ഒന്ന് നമുക്ക് ആയാലോ എന്നൊരു തോന്നലില്ലാതില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആ പരിപാടിക്കില്ല. അപ്പൊ അതുകൊണ്ട് കാരണം എന്താ പറയാ, അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിനോട് എതിർപ്പില്ല. അങ്ങനെ ഒരാളെ കിട്ടിയാൽ കല്യാണം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്നുള്ള സിനിമ കണ്ടപ്പോഴാണ് നല്ല തകർപ്പനായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ. അല്ല നമ്മുടെ കാര്യമായിട്ട് നല്ലൊരു കോംപ്ലിമെന്റ് കണ്ട എല്ലാവർക്കും അറിയാം അനൂപിന്റെ ആ ഡാൻസ്. ഇത് എവിടുന്നാ പഠിച്ചത്? ഡാൻസ് നാവേഷം കെട്ടിയാ കുറയ്ക്കാൻ പഠിക്കണമല്ലോ അല്ലേ? അപ്പൊ അത് ആ സമയത്ത് അത് ചെയ്യേണ്ടി വന്നാൽ അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ കലാമണ്ഡലത്തിലൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് ഡാൻസ് പ്രത്യേകിച്ച് അറിയാനും മേല. പക്ഷെ നാടകത്തിലുണ്ടായിരുന്നു. എത്ര വർഷം? ഏകദേശം ഒരു 19 വർഷം 20 വർഷം ഇപ്പോഴും സജീവമായി നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ചോദിക്കട്ടെ, മലയാള സിനിമയിൽ ഒട്ടുമിക്ക കൊമേഡിയന്മാരുമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ന്യൂ ജനറേഷൻ പുതിയ തലമുറയിലുള്ള കൊമേഡിയന്മാരായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പുതിയ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇല്ല. അതിനു മുമ്പുള്ള മിക്ക ആൾക്കാരും ഏത് തൊട്ടായിരിക്കണം? ജഗതിച്ചേട്ടൻ മുതൽ ഇങ്ങോട്ടല്ല, ബാലച്ചേട്ടൻ, ജഗതിച്ചേട്ടൻ മുതൽ ഇങ്ങോട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൊമേഡിയൻ ആരാണ്? സുരാജാണെന്ന് പറയണ്ടല്ലോ. ഇല്ല ഞങ്ങളെല്ലാം ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആരാധിക്കുന്ന ഒരാളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കൊമേഡിയൻ എന്നുള്ളൊക്കെ, ഇഷ്ടപ്പെട്ട നടൻ എന്നുള്ളതിനേക്കാൾ ഉപരി, ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്നുള്ളതിനേക്കാൾ ഉപരി, ഇഷ്ടപ്പെട്ട ചേട്ടൻ എന്നുള്ളതിനേക്കാൾ ഉപരി, എല്ലാത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജഗതി ചേട്ടനോടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഒരു അടുത്ത് ചെന്ന് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമുണ്ട്. അതായത് നമ്മൾ 9 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ അമ്മയും നമ്മൾ 2 മക്കളും മാത്രം തനിച്ച് അടുത്തൊന്നും വീടുകളില്ലാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ദൂരെ നിന്ന് അച്ഛൻ്റെ കാൽപാദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ, അതുപോലത്തെ ഒരു ആവേശമാണ് ജഗതിച്ചേട്ടൻ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വ ബോധം. ഇനി കൃഷിയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. കൃഷിക്കാരനാണ് എന്നിങ്ങനെ നമ്മൾ വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു കൃഷിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഒരു 5 മണിക്കൂറെങ്കിലും വേണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ചീര, ഒരു വെട്ട് ചീര അളിയാ, നല്ല ഫ്രഷ് ചീര, നീ അത് കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. ഓക്കെ, വൈറ്റ് ഫോർട്ടിൽ ഇപ്പോഴും ആ ചീര എനിക്ക് വേണ്ടിയിട്ട് അളിയാ. അപ്പൊ പറയൂ, എങ്ങനെയാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്? അല്ല, ഞങ്ങള് പരമ്പരാഗതമായി ഞങ്ങള് ബേസിക്കലി കർഷകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അച്ഛൻ തഹസിൽദാരായിരുന്നു, അമ്മ FICTയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. പക്ഷെ അമ്മ FICTയിലെ ഉദ്യോഗസ്ഥയായിരുന്നിട്ട് കൂടിയും ഒരൊറ്റ തുള്ളി രാസവളം എൻ്റെ അമ്മ എൻ്റെ പുരയിടത്തിൽ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കൊണ്ട് വളരെ ട്രഡീഷണലായ ഒരു കൃഷി ഞങ്ങൾ ഇത് പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഞങ്ങൾക്ക് പറ്റ് ബുക്കും ഇല്ല, റേഷൻ കാർഡും ഇല്ല. പറ്റ് ബുക്കും ഇല്ല, റേഷൻ കാർഡും ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഞങ്ങൾ. അത് എനിക്ക് തോന്നുന്നു വളരെ വിരളമായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പറ്റ് ബുക്കും ഇല്ല, റേഷൻ കാർഡും ഇല്ലാത്ത ഒരു കുടുംബത്തിനെ ഞാൻ ലൈവ് കണ്ടു. പിന്നെ എന്താണ് അതില്ലാത്ത കാര്യം? വേറൊരു സാധനം വെച്ചാൽ നമുക്ക് ഇതൊന്നും മേടിക്കാൻ പോകേണ്ടി വന്നിട്ടില്ല. അവിടെ തന്നെ പഞ്ചസാര ഇല്ല, പഞ്ചസാര തേയില കടലില്ലാത്തത് കൊണ്ട് ഉപ്പും, ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം. കടലില്ലാത്തത് കൊണ്ട് ഉപ്പും, അരി തൊട്ടെല്ലാം അങ്ങോട്ട് സ്വന്തം. അരി തൊട്ട് പച്ചമുളക് വരെ. അപ്പൊ അരി മുതൽ പച്ചമുളക് വരെ സ്വന്തം, സ്വയം പര്യാപ്തം. പാട്ട് മാത്രമല്ല, ഇതിന്റെ അസ്കിത ഉണ്ട് എന്ന് എനിക്കറിയാം. കവിതയുടെയൊക്കെ ലേശുണ്ട്. സംസാര ഭാഷ കേൾക്കുമ്പോൾ തന്നെ അറിയാലേ. ആരുടെ കവിതകളാണ് കൂടുതൽ താല്പര്യം? എനിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കവിത ഇഷ്ടം കുരിയപ്പുഴ ശ്രീകുമാർ സാറിന്റെ, ഇപ്പൊ റീസെന്റ്. അതിന് മുമ്പ് വയലാറിന്റെ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 4 വരി കവിത.
താടക എന്ന ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം. നന്നായിരുന്നു. ഇതിന് മാർക്ക് ഇടുകയാണെങ്കിൽ 30-25. രണ്ടുപേരെയും കൂടി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം സുരാജേട്ടൻ ഒരുപാട് വട്ടം അനൂപേട്ടന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ പല വേദികളിലും കണ്ടിട്ടുള്ളതാണ്. ഒപ്പത്തിനൊപ്പം നിൽക്കും. ഇനിയിപ്പോൾ അനൂപേട്ടനാണോ നമ്മൾ ശരിക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്, അത്ര പെർഫെക്ഷനിലാണ് സുരാജേട്ടൻ ആ ശബ്ദം അനുകരിക്കാറ്. ഇനി ആൾ അടുത്ത് നിൽക്കുമ്പോൾ അത് പെർഫോം ചെയ്യാന്നുള്ളതാണ് റിയൽ ചാലഞ്ച് സുരാജേട്ടൻ. ഇതിനകത്ത് ഒരു സംഗതി, ഞാൻ ഏതോ ഒരു അവാർഡ് നൈറ്റിന് ഈ സുരാജ് വെഞ്ഞാറമ്മൂട് ഇതിലിങ്ങനെ ഒരു എൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ മുറിയിൽ ഈ പെരവണി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കുടിസ് മുറിയിലാണ് കിടന്നിരുന്നത്. അപ്പൊ ഇപ്പുറത്തെ ഇതിൽ മുറിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അമ്മ TV കണ്ടോണ്ടിരിക്കുക. അപ്പൊ അച്ഛൻ അപ്പുറത്തെ മുറിയിൽ. അപ്പൊ പറഞ്ഞ അച്ഛൻ അപ്പൊ ഈ TV-യിൽ സുരാജിന്റെ ഇത് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്തോ നാടി അവൻ ഇരുന്നോണ്ട് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അതിലും വലിയൊരു കോംപ്ലിമെന്റ് ഇല്ല. അപ്പൊ ഉടനെ അമ്മ പറഞ്ഞത് അവനല്ല, സുരാജ് വെഞ്ഞാറമ്മൂടാന്ന് പറഞ്ഞു. അതൊരു വലിയ ഒരു ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ്. അച്ഛന്റെ മകന്റെ ശബ്ദം തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആദ്യം ഇദ്ദേഹം ഒന്ന് പറയട്ടെ ആ ഡയലോഗ്. പറയാം. ചോക്ലേറ്റില്ല എന്താ 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ. 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 അല്ലേ? ബാക്കി ഞാൻ പറയാം. ഹോ അളിയ, 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെൺകുട്ടികൾ ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്ന സ്ഥലമാ. ഹോ, അവന്റെ ആത്മാവ് കിടന്ന് നെഗളിക്കുമായിരിക്കും അല്ലേ അളിയ? 30-25. അങ്ങനെ അനൂപിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കണം. കവിത മാത്രം പോരാ, ഒരു നാടൻ പാട്ട്. ഈ ശബ്ദം വെച്ചിട്ട് പാടാൻ പറ്റുന്ന നല്ലൊരു പാട്ട്. എനിക്കറിയാം അനൂപിന് തന്നെ അനൂപിന്റെ ശബ്ദം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇനി ആ നാടൻ പാട്ട്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. കുന്നത്തങ്ങാടി ടാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുട്ടിച്ച് ആടിയാടിയപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആടിയാടിയപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാതുകുത്താനെപ്പ വരൂ നിന്റെ അമ്മാവന്മാര് പൊന്നോ. സൂപ്പർ സൂപ്പർ. അതെ പോവാണോ? നന്നായിട്ട് ഡാൻസ്. ഇത് എവിടെയാ ഡാൻസ് പഠിക്കുന്നത്? നന്നായിരുന്നു കേട്ടോ. ആ എന്തൊക്കെയാ സ്റ്റെപ്പ്. ഹലോ, ഇവിടെ നിന്ന് എന്തൊരു താളം പിടിപ്പായിരുന്നത്. പാട്ട് ഇഷ്ടായോ? ഇഷ്ടായോ? മോൾക്ക് ഇഷ്ടായോ? ആ ഇത് അവരവരുടെ ട്രോഫി മാറിപ്പോവാതെ മതിയപ്പോ. ഓക്കെ, അനൂപിന്റെ വിശേഷത്തിൽ ചെറിയൊരു ബ്രേക്ക് നമുക്ക് വേണം. എന്താണെന്ന് അറിയാം, ഇവിടെ നടക്കുന്ന പരിപാടി അനൂപിന് കാണണ്ടേ. ഓക്കെ, ആ ഗസ്റ്റ് സീറ്റിൽ വിശ്രമിക്കാം. താങ്ക് യു.
ഇനി നമസ്കാരം. നമസ്തേ. എൻ്റെ പേര് പുഷ്കരൻ. ഞാൻ കുറെ നേരമായിട്ട് രണ്ടുപേരെ മാറി മാറി വിളിക്കുന്നു, ഒരു പ്രതികരണം ഇല്ല. അവിടെ നിന്നിട്ട് പുറത്ത് നിൽക്കായിരുന്നു. ആ. അതായിരിക്കും ഞാൻ കേൾക്കാത്ത. എന്താ സംഭവം എന്താ? അതെ, ഒരു രഹസ്യമാണ്. പറഞ്ഞോളൂ. ചുരുക്കം പറഞ്ഞാ ഞാനൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. ചാനൽ ഒരു നല്ല ചാനൽ കാര്യം. തുടങ്ങി. ഈ ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ചാനലാണല്ലോ. തീർച്ചയായും. അതിൽ സൂപ്പർ ഹിറ്റ് ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ കോമഡി പ്രോഗ്രാം. അതെ. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഈ കോമഡി പ്രോഗ്രാം സൂപ്പർ ഹിറ്റ് ആക്കിയത് നിങ്ങൾ രണ്ടുപേരുമാണ്. അതിന് യാതൊരു ഇവിടെ എല്ലാവർക്കും അറിയാം. അതെ, അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നു നിന്ന് ഈ അവതരണത്തിന് വേണ്ടി ഇങ്ങനെ വന്ന് നിന്നാ തന്നെ പെറ്റതള്ള സഹിക്കൂല. അതല്ല, പെറ്റതള്ള ഇങ്ങനെ എന്നിട്ട് കൈയടിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞ സുരേഷ് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നാ ഗ്ലാമർ ആണെന്നറിയാമോ. വന്ന് നിന്ന് ആ തലയെടുപ്പും ആ ഗാംഭീര്യവും ആ പറച്ചിലും അതൊക്കെയാണ് കേട്ടാൽ തന്നെ കുളിര് കോരും. അതെ, എന്നെ മാത്രം പൊക്കി പറയണ്ട, ഇയാളെയും കൂടെ പൊക്കി പറയില്ല. ഈഗോ അടി ആണോ? അത് പിന്നെ പറയാനില്ലല്ലോ, ഉണ്ടല്ലോ. ഈഗോ അല്ല, അവതരണ ശൈലിയെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാല് ഞങ്ങൾ ഈ ചാനലില് ഇതുപോലൊരു കോമഡി പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അയ്യോ, അപ്പൊ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്ന നിങ്ങളാണ് അതിന്റെ അവതാരകരായിട്ട് വരേണ്ടത്. അയ്യോ, അത് നടക്കില്ല. പേടിക്കണ്ട, വരാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെ? ചായ പിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കോ, വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് മുങ്ങാം. അതല്ല, അങ്ങനെ ഇറക്കി നമുക്ക് വിളിക്കുമ്പോ ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മള് പിന്നെ ഒരു വാക്കുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് സിനിമകളിൽ തന്നെ പറയുന്നു വാക്കാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ഞാനൊരു വാക്ക് കൊടുത്തു പോയി, ഇനിയിപ്പോ അത് മാറ്റി പറയാൻ ശരിയാവും. എന്ത് വാക്ക്, എന്ത് എഗ്രിമെന്റ് ഒക്കെ നമുക്ക് കീറി കളയാവുന്ന കേസുകൾ. എഗ്രിമെന്റ് ഒക്കെ ഓൾറെഡി കൊടുത്താണ്, കീറാനൊന്നും പറ്റത്തില്ല. ഞാൻ കീറി കളഞ്ഞാളാണ്, അവൻ കീറി കളഞ്ഞ് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് പോരെ ഇല്ല എന്ന് വരാൻ പറ്റില്ല. ഒരുപാട് ഓഫറുകൾ തരാം. എന്താണ് ഓഫർ? നിങ്ങൾ ഇവിടെ നിന്നിട്ട് വെറുതെ എന്തിനാ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നത്? നിങ്ങൾ എന്താണ് ഓഫർ വരുന്നത്? ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതുവരെ ഒരു സൂപ്പർ താരങ്ങളും താമസിക്കാത്ത സ്ഥലത്താണ് ഞങ്ങൾ നിങ്ങളെ താമസിപ്പിക്കാൻ പോകുന്നത്. ഇതുവരെ ഒരു സൂപ്പർ സ്റ്റാറും താമസിക്കാത്ത സ്ഥലം ഉടുപ്പി ലോഡ്ജ്. ശരി, അവിടെ ഒരു സൂപ്പർ താരം താമസിച്ച് കാണില്ല. എന്നാ ഉടുപ്പി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ആ പടിഞ്ഞാറ് ജനലങ്ങട് തുറന്നിട്ടാ എന്നാ കാറ്റാന്നറിയാം അവിടെ നിന്ന് വരുന്നത്. പിന്നെ ജനല് തുറക്കുമ്പോ സൂക്ഷിക്കണം, 2 വിചാരി ഇളകിയിരിക്കുക. അത് മറിഞ്ഞ് തലയെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ സ്റ്റിച്ച് ഇടാൻ വേണ്ടി കൊണ്ടുപോണ്ടി വരും. പിന്നെ ഇവിടെ നടക്കില്ല, വരവ് നടക്കില്ല. നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് ഞാൻ തരുന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ശമ്പളം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ഫെസിലിറ്റി ഒക്കെ തരുന്നുണ്ട് ഇവിടുന്ന്. ശമ്പളത്തിന്റെ പ്രശ്നമാണെങ്കിൽ പേടിക്കണ്ട. എന്തേ? ഇവിടെ തരുന്നതിലും കുറച്ച് കൂട്ടി ഞാൻ തരാം. എന്നാലും എത്ര? 19 രൂപ കൂടുതൽ തന്നേക്കാം. 50 രൂപ? നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്ന ഈ പരിപാടി നിർത്തിയിട്ട് ഞാൻ 50 രൂപ കൂട്ടി തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്ത് ശമ്പളം വേണമെന്ന് നിങ്ങൾ എന്നോട് പറ. ധൈര്യമായിട്ട് ഞാൻ കടം പറയും. അല്ല, നിങ്ങൾക്ക് തരാനുണ്ടാവില്ലല്ലോ. ഇല്ലടോ, ഞാൻ ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു ചാനലിലൊന്നും ഇല്ല. ഇല്ലാന്ന് എന്തിനാ ഞാൻ വരുന്നത്? അപ്പൊ വരില്ല. ഇല്ല, എടുത്തോളാം. എന്തേ? നിങ്ങൾ രണ്ടുപേരും എന്റെ ചാനലിൽ വരും, പ്രോഗ്രാം അവതരിപ്പിക്കും, എന്റെ ചാനൽ സൂപ്പർ ഹിറ്റ് ആക്കും. അതിനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എടുത്തോളാം. ശരി, കാണാം. കുഞ്ഞു ചാനലുമായിട്ടൊക്കെ വന്ന് കയറിയിരിക്കുന്നത്. അല്ല, വലിയ വലിയ ചാനൽ അങ്ങനെ വിളിച്ചിരുന്നേ പോവായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പരസ്യത്തിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. എന്താണ്? ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം. രസമായിരുന്നു. ഞാനങ്ങ് കുളിര് കോരിപ്പോയി. നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങ് സുഖിച്ചോ? അങ്ങ് സുഖിച്ചു പോയി ഞാൻ. ഓരി തരിച്ചോ? ഓരി തരിച്ചു ഞാൻ. നല്ല ഹരമായിരുന്നോ? നല്ല ഹരമായിരുന്നു. ആ ഹരം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനുള്ള കാശ് അവള് വരെ മേടിച്ചോണ്ട് പോയത്. ആഹാരമില്ലല്ലോ.
ആഹാരം കിട്ടിയില്ലേ നമുക്ക്? ആ ഹരം വെച്ചോണ്ടിരുന്നാ മതി. പിന്നെ ആ. എന്നാ വേറൊരു സംഭവം ഉണ്ടായി. എന്തുവാടാ? എന്നാ നമ്മളൊരിടത്ത് കൊടുത്തേപ്പിക്കാന്ന് പറഞ്ഞ് 40 ലക്ഷത്തിന്റെ വൈഡൂര്യമില്ലേ, ആ. അത് പോലീസ് പിടിച്ചെന്ന്. എങ്ങനെയാണ് അത് പോലീസ് പിടിച്ചത്? നേരത്തെ വരുന്നത് അവനോട് തന്നെ ചോദിക്കും. ആടാ ഇവിടെ. നിന്നെ ഏൽപ്പിച്ചു വിട്ട 40 ലക്ഷത്തിന്റെ വൈഡൂര്യം എങ്ങനെയാടാ പോലീസ് പിടിച്ചത്? ഞാൻ വൈഡൂര്യം കൊണ്ട് ബൈക്കിൽ സ്പീഡിൽ പോവുമായിരുന്നു. ആ. പോലീസിന്റെ അടുത്ത് എത്തിയപ്പോ ബൈക്കിലെ പെട്രോൾ തീർന്നു പോയി. നീ എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്? 50 രൂപയ്ക്ക്. എടാ 40 ലക്ഷത്തിന്റെ വൈഡൂര്യം കൊണ്ടുവരാൻ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചവനെ നിന്നെ എന്തോ ചെയ്യാനോടാ ഞാൻ? 50 ലക്ഷം പോയെങ്കിൽ പോട്ടെന്ന് വെക്കണ്ട. അടിപൊളി കൊട്ടേഷൻ പിടിച്ചിട്ടില്ല ഞാൻ വന്നത്. എന്ത് കൊട്ടേഷൻ? നമ്മളെ ഫ്ലവേഴ്സ് ഇല്ലേ, അതിലെ കോമഡി സൂപ്പർ നൈറ്റിലെ അവതാരികയും സുരാനെ പൊക്കിക്കൊണ്ട് വേറെ ചാനലിൽ കൊടുക്കാനുള്ള കൊട്ടേഷൻ ഞാൻ പിടിച്ചിട്ടില്ല വന്നത്. വെരി ഗുഡ്. എത്ര രൂപയ്ക്കാണ് നീ ആ കൊട്ടേഷൻ ഉറപ്പിച്ചത്? 5 lakh. നോ, ഈ കൊട്ടേഷൻ നടക്കില്ല. 50,000 താഴെയുള്ള ഒരു കളിയും ഞാൻ എടുക്കാറില്ല. എന്നെ പറ്റിക്കാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അശ്വതിയെ പിടിക്കാം. അശ്വതിയെ പിടിക്കാം. എടാ നമ്മൾ കൊള്ളക്കാരാണെങ്കിൽ തറവാട്ടി പറഞ്ഞവരാ, നമ്മൾ പെണ്ണുങ്ങളെ പിടിക്കുന്നവരല്ല. അശ്വതിയെ പൊക്കാന്ന്. അതാണ് ഒരു കൊള്ളക്കാരൻ ചെയ്യേണ്ടത്. എന്റെ അണ്ണ ആദ്യം നമ്മൾ അശ്വതിയെ പൊക്കി നമ്മുടെ സങ്കേതത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവളുടെ ചൂട് പിടിച്ച് നമുക്ക് സുരാജ് വെഞ്ഞാറമൂടിനെ പൊക്കാം. വെരി ഗുഡ്. അതാണ്. എപ്പോഴാണ് അശ്വതി വരുന്നത്? പിന്നെ നിങ്ങളുടെ വീട്ടിലെ പാലുകാത്തിന് വിളിച്ചേക്കല്ലേ പുള്ളി ഓടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അണ്ണ നമുക്ക് തട്ടിക്കോട്ട് വരണമെന്ന്. എന്നാ വാ, ഇപ്പൊ തന്നെ പോവാ. അതിനൊക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കി. ആര്? നമ്മളെ സിംഗിടി അമ്മ പൊക്കിക്കൊണ്ട് വരും. കൊണ്ടുവരും. വെരി ഗുഡ്. കണ്ടു പടിയടാ. വെറുതെ വീശാൻ വളർത്തി മുടിയും ചുരുട്ടിയിട്ടോണ്ട് കൊള്ളക്കാരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നു. അതായത് നോക്ക് ആമ്പിള്ളേർ ചെയ്യുന്നത് കണ്ടോ ഓരോ കാര്യങ്ങള്. മന്ത്രിയുടെ വീട് കൊള്ളയടിച്ചു. തിന്നുന്നവനെ തുറന്നു തിന്നുന്ന കാലം എന്നാ ചെയ്യാനല്ലേ? എടാ അങ്ങനെയാടാ ആമ്പിള്ളേര്. അല്ല നിന്നെ കണക്ക്. എനിക്ക് പറ്റുമല്ലോ ഇങ്ങനെ ജീവിക്കാൻ. ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാൻ പോവാ. ആത്മഹത്യ ചെയ്താൽ കൊന്നുകളയും ഞാൻ. പിന്നെ നിന്നെ പഠിക്കാത്ത കത്തത്തില്ല. ആണ് അത് പറഞ്ഞപ്പോഴേ ഈ ആത്മഹത്യയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ഈ തൂങ്ങിച്ചാവുന്ന ഒരു സ്റ്റൂളിന്റെ മണ്ടേ കരയ്ക്കുന്നതിനാണ്. എടാ അതറിഞ്ഞൂടെ? പൊക്കം കിട്ടാൻ. അപ്പൊ ഈ അമിതാഭ് ബച്ചനും ബാബുവൻജിക്കൊക്കെ തൂങ്ങിച്ചാവുന്ന സ്റ്റൂള് വേണ്ടല്ലേ? അല്ല അവർക്ക് നല്ല പൊക്കമുണ്ടല്ലേ? അടിയടാ അവനെ. ഒറ്റ അടിക്കാനെ കൊല്ലിഞ്ഞാ കേട്ടോ. എന്നെ അങ്ങനെ കളിയാക്കാന്നും വേണ്ട. എന്നെ പോലീസിലെടുക്കാന്ന് പറഞ്ഞല്ല. എന്നെ പോലീസിലെടുക്കാന്ന് പറഞ്ഞല്ല. ആര്? മത്തി വറുത്തത് പോലെ അവനിരിക്കുന്നത്. അവനെ പോലീസിലെടുക്കാൻ വേണ്ടി പോലീസിലെടുക്കാന്ന് പറഞ്ഞു. ഞാനങ്ങനെ ജംഗ്ഷനിൽ ഞങ്ങൾ കൂട്ടുകാരന്മാരായിട്ട് ബീഡിയും വലിച്ച് ഇങ്ങനെ സ്ലാബിൽ ഇരുന്ന സമയത്ത് പോലീസ് ജീപ്പ് കൊണ്ട് ചവിട്ടി ഇങ്ങനെ നിർത്തി. ബാക്കിയുള്ള എല്ലാവരും കഴിച്ചു ഓടി. ഞാൻ ഇങ്ങനെ ബീഡിയും വലിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ എസ് ഐ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കി ഞാൻ ചാടി എണീറ്റപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ധാരാള നിന്നെ എടുത്തോളാം എന്ന് പറയുകയും ജീപ്പ് എടുക്കുക ഒരൊറ്റ പോക്ക്. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പോയി എൻ്റെ സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പിയും 5 ഫോട്ടോയും കൂടെ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചേക്കാണ്. എന്തിന്? തിങ്കളാഴ്ച സർക്കിൾ ഓഫീസിൽ പോയി എന്നെ പോലീസാക്കുമെന്ന് പറഞ്ഞല്ലേ. നിന്റെ ഈ ലുക്ക് വെച്ച് നിന്റെ പോലീസ് അല്ല IG ആക്കും അവര്. ചെന്ന് കയറി ഐ ജി പോകുന്ന ഇങ്ങോട്ട് വാടാ. എന്തെങ്കിലും പറയുന്ന കേക്ക് നിങ്ങള്. എടാ ഇങ്ങനെ കൊള്ളക്കാരായിട്ട് നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ കൊള്ളസംഖ്യത കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തണം. എങ്ങനെ പുഷ്ടിപ്പെടുത്തും? നിങ്ങൾക്ക് വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ ആപ്പ കള്ളത്തരങ്ങൾ ചെയ്തല്ലേ പരിചയമുള്ളൂ. നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് തരാൻ വേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പോവാ. അതല്ലേലും ഞങ്ങൾ അത് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അല്ലടാ നമ്മളെപ്പോഴും അതും മോട്ടിച്ച് ഇതും മോട്ടിച്ച് കഞ്ഞിക്കല്ലോ മോട്ടിച്ച് നടക്കാതെ കുറെ ആൾക്കാർ നമ്മളെ പരിശീലിപ്പിക്കണം. എന്നാ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവത്തുള്ളൂ. അന്ന് നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഏത് തീവ്രവാദികളാണ് വരുന്നത്? തീവ്രവാദികളല്ല വരുന്നത്, പിന്നെ അതുക്കും മേലെ. അതാരത്? കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് വന്ന് പഠിപ്പിച്ചു തരും എന്തൊക്കെയാ ചെയ്യേണ്ടത്. പിന്നെ നിന്നെ ഒന്ന് പിടിച്ചാൽ കിട്ടുള്ളൂ. നീയൊക്കെ പറന്നങ്ങ് പോകും. അങ്ങനെ പറന്നു പോകും. നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാനാടേ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമാശക്ക് പറഞ്ഞാണെങ്കിലും നമ്മൾ ഇങ്ങനൊന്നും ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ട് ഞാൻ നല്ല ആസ്തിയുള്ള കുടുംബത്തിലായിരുന്നു. ഈ കൊള്ളസംഖ്യത എങ്ങനെ പോയിരുന്നെന്ന് അറിയാമോ? പിന്നെ അവിടെ എന്റെ അപ്പൂപ്പനെ മാണിക്യം കുടിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എടാ സത്യം ഒന്ന്, പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ മാണിക്യം കുടിച്ചെടുക്കും. അവർക്കറിയാം ഈ ഭൂമിയിൽ എവിടെ മാണിക്യം ഉണ്ടെന്ന്. മണ്ണിന്റെ കളർ കണ്ട് അവർ കണ്ടുപിടിക്കും. പിന്നെ അങ്ങനെ അപ്പൂപ്പൻ കുറെ മാണിക്യമൊക്കെ കുടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ കുറെ വസ്തുക്കളൊക്കെ മേടിച്ചു കൂട്ടി. പിന്നെ കേസിൽപ്പെട്ട് അതൊക്കെ പോയി. അപ്പൊ എന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പൊ അച്ഛൻ നോക്കിയപ്പോ ഇവിടെ അപ്പൂപ്പൻ മാണിക്യം കുടിച്ചെടുക്കുന്നു. പിന്നെ എന്തിനാ അച്ഛന് ഗൾഫിലെ ജോലി? അച്ഛൻ ഗൾഫിലെ ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ വന്നിട്ട് ഈ മാണിക്യത്തിന് വേണ്ടി കുഴി തുടങ്ങി. അങ്ങനെ കുഴിച്ചു പിന്നെ കുഴിയോ അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പൊ അവിടെയാണ് നീന്തൽക്കുളമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ സൂപ്പർ കുഴിയാ കുഴിച്ചിട്ടത്. അച്ഛൻ മരിച്ചു വേണം. അയ്യോ ബാബ എങ്ങനെയത്? അച്ഛൻ കഴുത കളിച്ചോണ്ടിരുന്നപ്പോ പന്നി മലത്തി. രണ്ട് കളി കൂടെ അങ്ങനെ ഒരുമിച്ച് കളിക്കും. കഴുത കളിക്കുമ്പോ ആരെങ്കിലും പന്നി മലത്തു? എടാ അച്ഛൻ വടക്കോട്ട് നോക്കി കഴുത കളിച്ചോണ്ടിരുന്നു. പുറകെ കൂടെ ഒരു കാട്ടുപന്നി ഒന്ന് കുത്തി മലത്തി. ആ സ്പോട്ടിൽ ചത്തു കൊടുത്ത അച്ഛൻ. പിന്നെ
അടക്കത്തിന് പോലും ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല. നേരത്തെ കുഴിച്ചിട്ടേക്കല്ലേ അച്ഛൻ കുഴി, അതിനകത്ത് ഇട്ടങ്ങ് മൂടി. സംഭവം സേഫ്. അതെ അതെ, അതൊക്കെ പറയുവാണെങ്കിൽ ഞങ്ങളുടെ ചാച്ചന. ഞങ്ങളുടെ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിരുന്നു. എന്നാ നല്ല മനുഷ്യനാന്നറിയാം ഞങ്ങളുടെ ചാച്ചൻ, അല്ലടാ? ഈ ഞങ്ങളുടെ ചാച്ചനും ഇവന്റെ അച്ഛനും കൂടെ ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഭയങ്കര കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എണ ചേരുവല്ലാത്ത കൂട്ടുകാർ. ഒരു ഇടയ്ക്കൊക്കെ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുമ്പോഴൊക്കെ ഉണ്ട്. ഈ എന്താ ഈ സൗന്ദര്യപ്പിണക്കം? ഈ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടൊരു ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടായല്ലേ? അത് എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി നിനക്ക് സൗന്ദര്യം ഉണ്ടാ കാട്ടുവരങ്ങനെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? വെച്ച് അലക്കി കൊടുത്ത് 3 പല്ലി ഇടിച്ചതാ തല്ലി. അങ്ങനെയൊക്കെ നടന്ന്. അപ്പൊ നിന്റെ അച്ഛൻ നിന്നെ കണക്ക് അതാ പറഞ്ഞ തന്തയ്ക്ക് എനിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം അതാ. അപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ? അങ്ങനെ ഇവരുടെ അച്ഛനൊക്കെ ഭയങ്കര കാശുകാരായിരുന്നു. അന്ന് ഇന്നൊക്കെ നമ്മൾ പാവപ്പെട്ടവര് എല്ലാവരുടെയും വീടിന്റെ പുറകെ പോയി കഞ്ഞി കുടിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവരുടെ അച്ഛനൊക്കെ ഭയങ്കര കാശുകാരായിരുന്നു. കാര്യം എന്നാ? ഇവന്റെ അച്ഛനെല്ലാം വെട്ടിപ്പിടിക്കും. ആയ കാലത്ത് ഇവന്റെ അച്ഛനെല്ലാം വെട്ടിപ്പിടിക്കും. അപ്പൊ നിന്റെ അച്ഛനോ? എന്റെ അച്ഛൻ ആയ കാലത്ത് കെട്ടിപ്പിടിച്ചോണ്ട് വീട്ടിൽ ഇരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണമല്ലോ. നിങ്ങൾ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ എന്റെ അച്ഛന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു അധ്വാനിയായിരുന്നു. നല്ലൊരു, പക്ഷേ എന്നെ പോലെ നല്ലൊരു മനുഷ്യനായിരുന്നു. അധ്വാനിക്കാൻ ഇതുപോലെ കൊണ്ട് കളഞ്ഞാൽ മതി. അച്ഛൻ പണ്ട് ഒരൊറ്റ തട്ടുകട തുടങ്ങിയതാ. ഇപ്പൊ ജംഗ്ഷനിലുള്ള 13 ഹോട്ടലിലും എന്റെ അച്ഛനാണ് വെള്ളം കോരുന്നത്. രാവിലെ കലവ് എടുത്തോണ്ട് പോകും, വൈകുന്നേരം ആകുമ്പോൾ നനഞ്ഞ് കുളുന്ന് കയറി വരും. പാവം, ഞാൻ പിന്നെ ഒന്നും പറയില്ല, തണുത്ത് പറഞ്ഞില്ല, വെച്ച് അടിച്ചിരുന്നെങ്കിൽ അകത്ത് ഒരു കുറ്റി പുട്ടിരിപ്പുണ്ടായി. അല്ല, അത് ഉറുമ്പ് കഴിച്ച്. എന്റെ അണ്ണ ഈ കൊള്ളക്കാരനൊന്നും പറഞ്ഞൊന്നും നടക്കാതെ ഈ ഉറുപ്പിനെ കൊല്ലാൻ വേണ്ടി എന്തേലും ഒരു മാർഗം ഉണ്ടോ? ഉറുമ്പിനെ കൊല്ലാനോ മാർഗോ? പറഞ്ഞുതരാം. അതായത് ഈ ഉറുമ്പ് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും പഞ്ചസാരയുടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടണം. അപ്പൊ ഇത് ഉറുമ്പ് വന്ന് തിന്നും. അപ്പൊ ഈ മുളക് പൊടിയില്ലേ ഉറുമ്പിന് എരിയും. സ്വാഭാവികമായിട്ട് ഉറുമ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറ്റും കരയിലോട്ട് പോകും. അപ്പൊ നമ്മൾ തൊട്ടിയെടുത്ത് മാറ്റി വെച്ചേക്കണം. അപ്പൊ ഉറുമ്പ് എന്ത് ചെയ്യും? കിണറ്റിന്റെ കല്ലിന്റെ മേളിൽ കയറും. ഇതിങ്ങനെ എത്തി നോക്കും വെള്ളത്തിലോട്ട്. നമ്മൾ പതുക്കെ പമ്മി ബാക്കിലൂടെ ചെന്നിട്ട് ഉറുമ്പിനെ തള്ളി വെള്ളത്തിൽ ഇടണം. അപ്പൊ കുറച്ചേരം ഈ ഉറുമ്പ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉറുമ്പിന് തണുക്കും. അപ്പൊ ഉറുമ്പ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും തീ കായാൻ വേണ്ടി അടുപ്പിന്റെ മൂട്ടിൽ വരുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഉറുമ്പ് അറിയാതെ ഒരു പടക്കം എടുത്ത് ഈ അടുപ്പിന്റെ അകത്ത് ഇട്ടേക്കണം. ഉറുമ്പ് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പടക്കം പൊട്ടും. അപ്പൊ ഉറുമ്പിന്റെ ദേഹമാസകല വേവും. അപ്പൊ ഈ ഉറുമ്പിന് അത്യാസന്ന നിലയിലെടുത്ത് ആശുപത്രി കൊണ്ടുപോകും, ആംബുലൻസിൽ. എന്നിട്ട് ഉറുമ്പിനെ ഇങ്ങനെ ഓക്സിജന്റെ ട്യൂബൊക്കെ ഇട്ട് ഉറുമ്പിനെ ഇങ്ങനെ കിടത്തിയേക്കും. അപ്പൊ നമ്മൾ പതുക്കെ ഒരു കമ്പൗണ്ടറിന്റെ വേഷത്തിൽ പമ്മി ചെന്നിട്ട് ആ ട്യൂബ് ഊരി അങ്ങ് മാറ്റിയാൽ മതി. ഉറുമ്പ് അവിടെ കിടന്ന് പിടച്ച് ചത്തോളും കേട്ടോ. അല്ല, എനിക്കൊരു സംശയം. കമ്പൗണ്ടർ ഡ്രസ് നമ്മൾ ഒപ്പിക്കണമല്ലോ. എടാ, അവൻ അവിടെ തന്നെ ചവിട്ടി തേക്കടാ. നീ എന്നാ ബോധമില്ലാത്ത വർത്താനാണ് പറയുന്നത്. അങ്ങനെ അത് എവിടെന്നേലും ഒക്കെ ഒപ്പിച്ചു തരും. എന്നിട്ട് ബാക്കി പറ. വേറൊരു കിഴങ്ങ്. എടാ, വല്ല ഉറുമ്പോടി അങ്ങനെ എടുത്തിട്ട് ആ ഉറുമ്പിനെ കൊല്ലാൻ നോക്കടാ. കഥ കേൾക്കാൻ വന്ന് നിൽക്കുന്നു പോങ്ങന്മാര്. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശന്നിട്ട് രാവിലെ വരി. എനിക്ക് വിശക്കുന്നേ ഒന്നും തിന്നാൻ കിട്ടില്ലെങ്കിൽ എന്റെ കുറെ വെടിയുണ്ടേമാര് തിന്ന് വെള്ളവും കുടിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കപ്പടം വീഴ്ചയും വെച്ചോണ്ട് ഇങ്ങനെ ഉണ്ടകളാന്ന് പറഞ്ഞോണ്ട് ജീവിക്കുന്നത്? നമുക്ക് 3 എവിടെയെങ്കിലും പോയി അങ്ങ് ആത്മഹത്യ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാം. ഏത് കുളത്തില്? ആ കുളത്തിന് എത്ര ആൾ താഴ്ചയുണ്ട്? 4 ആൾ താഴ്ചയുണ്ട്. അപ്പൊ സംഭവം പൊളിഞ്ഞ് നടക്കൂലേ? നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ചാവാൻ പറ്റൂല. ഇവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് വേറൊരു രീതിയിലൂടെ ഒരു അറ്റാക്ക് ചെയ്താലോ? എങ്ങനെ? വഴിയുണ്ട്. നീ മാപ്പ് എടുക്ക്. അവൻ മാപ്പ് എടുത്തോണ്ട് വന്നാൽ ഒരു പുതിയ സംഭവം ഞാൻ പ്ലാൻ ചെയ്തു തരാം. അതിലൂടെ 10 പൈസ കിട്ടാനുള്ള വഴിയുണ്ടോ ഞാൻ നോക്കാം. മാപ്പ് കൊണ്ടുവന്ന് പിടി, മൂത്തുപിടി, ശ്രദ്ധിച്ചു കാണാം. ഇതാണ് നമ്മളെ ടാർഗറ്റ്. ഇതാണ് അണ്ണന്റെ കാർ സെറ്റ്. ഇവിടെ ഒരു കാർ എങ്ങനെ നിൽക്കും? ഇതുവഴി വേണം നമ്മൾ താഴേക്ക് ഇറങ്ങും. ഇതുവഴി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പട്ടാള ക്യാമ്പ്. ഈ പട്ടാള ക്യാമ്പിൽ നിരവധി പട്ടാളക്കാർ രാത്രി ഉറങ്ങാതെ കാവലുണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളെ ഓരോ മൂവ്മെന്റും. ഇതുവഴി താഴേക്ക് വരുമ്പോൾ ഇവിടെ അവർ ആയുധങ്ങൾ ശേഖരിക്കുന്ന ആയുധപുര. അതിന് കാവലായി നിരവധി ആൺപട്ടികളും പെൺപട്ടികളും ഉണ്ടാകും. ആൺപട്ടികളെ പെൺപട്ടികളെ എങ്ങനെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും? കന്നിമാസമല്ലേ, പട്ടികൾ അവരുടെ ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിൽ ശ്രദ്ധിക്കണം. ഇവിടുന്ന് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് മിലിറ്ററി ബ്രിഗേഡിയറുടെ ക്വാർട്ടേഴ്സ്. അവിടുന്ന് ഒരു ശബ്ദവും ഉണ്ടാക്കരുത്, ആകെ പ്രശ്നമാകും. അവിടുന്ന് നേരെ ഇതുവഴി താഴേക്ക് ഇറങ്ങിയാൽ ഇവിടെ ചന്ത. ഈ ചന്ത വഴി ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ചട്ടിയും കലവും ഒക്കെ അടുക്കി വെച്ചേക്കുന്ന സ്ഥലം. ഈ ചട്ടിയിൽ ഒന്നുപോലും തട്ടാതെ മുട്ടാതെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ആളുകൾ ഉണ്ടെന്നാൽ പ്രശ്നമാകും, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇവിടുന്ന് നേരെ പോയി ഇതുവഴി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ രാജമ്മയുടെ തട്ടുകട. ആ രാജമ്മയുടെ തട്ടുകടയിൽ നിന്ന് 4 ദോശയും 2 ആംപ്ലേറ്റും മുളക് ചമ്മന്തിയും മേടിച്ചോണ്ട് ഓടിഞ്ഞ് വരണം കേട്ടോ.
ഒരു കുപ്പി വെള്ളം കൂടെ മേടിച്ചു. ആയിക്കോട്ടെ. പോയിട്ട് വാ. അണ്ണാ ഏ നമ്മുടെ കൊള്ള സംഘത്തിനകത്തോട്ട് ഒരു പെൺകൊച്ച് വരുന്നു. പെണ്ണാ? ആ. ആരാ അത്? വേണ്ട. ഏ? അതാണ് അശ്വതി. ഏതാ ശരി? നമ്മൾ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ആ. ആ അശ്വതി. ആ. ഇങ്ങോട്ട് മാറി നിൽക്കേ, ഇങ്ങോട്ട് കയറി നിൽക്കേ. എന്തിനാടാ അവളുടെ കണ്ണ് കെട്ടിയേക്കുന്നത്? അവളെ കൊണ്ടുവരുന്ന വഴി അവൾ അറിയാതിരിക്കാൻ വേണ്ടിയാ. വെരി ഗുഡ്. ഇവളെ കൊണ്ടുവന്ന് മെയിൻ റോഡിൽ ഇറങ്ങി പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ കൂടെ റബ്ബർ തോട്ടം വഴി തോടിറങ്ങി പള്ളിയുടെ സൈഡിൽ കൂടെ വന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ. വെരി ഗുഡ്. കണ്ടു പഠിക്കടാ അവന്റെ ബുദ്ധി. എടുക്കാൻ ദാ, അവളെ മുഖത്തെ കെട്ടഴിക്ക്. ശരി മാഷേ. അല്ല പിന്നെ നമ്മള് കൊള്ളക്കാരോടാ അവിടെ കളി. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖം, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്. നമുക്കും വേണ്ടേടാ ഒരു ജീവിതമൊക്കെ. വേണോണ്ണ അതാരി. അതല്ലണ്ട എനിക്കും വേണോണ്ട ഒരു ജീവിതം. റോസാപ്പൂവിന്റെ ചുറ്റും കരിവണ്ടിറന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വേണം. അല്ലല്ലോ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു പെൺകൊച്ച് വരാൻ നേരത്തെ അന്നേരം കുമ്പോറക്കാർ പോണ പോലെ പൊക്കോണം. ആ എന്റെ കൊച്ചു, എന്റെ പേര് പ്രഭാകരൻ കുണ്ട. എന്റെ കൊച്ചിന്റെ നിന്നെ കൂടെ ചേർത്ത് പറഞ്ഞത് ഇങ്ങോട്ട് മാറിയില്ല. ഒന്നുമില്ലേലും ആ കൊച്ചൊരു ചെളിപുരട്ടിയല്ലേ? ഒന്നുമില്ലല്ലോ ആ കൊച്ചൊരു ചെളിപുരട്ടിയല്ലേ? എടാ ചെളിപുരട്ടിയല്ല, സെലിബ്രിറ്റി. ദയവ് ചെയ്ത് നീ ഇംഗ്ലീഷ് പറയരുത്. നീ പഠിച്ചതോ സർക്കാരിന് പോലും വേണ്ടാത്തൊരു സർക്കാർ സ്കൂളില്. അവക്ക് ഇരിക്കാനായിട്ടൊരു പാ എടുത്തിട്ട് കൊടുക്കും. ശരിയാണ്. ഒരു മിനിറ്റ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഏതാ ഈ സ്ഥലം? ആരാ നിങ്ങളൊക്കെ? ഇത് ഏതാ സ്ഥലം? വീഗാലാൻഡ്. ഇവിടുന്ന് ഊഞ്ഞാലാടി വൈകുന്നേരത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോവാം. നിന്നെ ഇവിടെ തട്ടിക്കൊണ്ടുവന്നതാ. പറഞ്ഞു മനസ്സിലായോ? നിനക്ക് വേറെ ചാനലിൽ പോവാൻ ഭയങ്കര മടിയല്ലേ? ശരിയാക്കി തരാ നിന്നെ. അണ്ണാ ഇത് ഞാൻ കിടക്കുന്ന പായ. അണ്ണം പിടിവാശി പിടിച്ചോണ്ട് മാത്രം ഞാൻ എടുത്തോണ്ട് വന്നു. ഒരു പോറല് പോലും ഇല്ലാതെ ആ കൊച്ചിനോട് തിരിച്ചു തരാൻ പറയണം. ആ പിടി. ഇവൻ കിടക്കുന്ന പായ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ പായ ഇവന് തിരിച്ചു കൊടുക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? എന്തുവാടാ ഇത്? ഇത് പായാണോ അതോ കട്ടളപ്പടിയാണോ? എല്ലാം പറയിപ്പിക്കാം. ഇവിടെ വാ. പറഞ്ഞേക്കറിയാലോ, നീ ചാനലിൽ വരുന്ന സിനിമാ താരങ്ങളെ കുസൃതി ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കും അല്ലേടി? ഞങ്ങൾ കുറച്ച് ബുദ്ധിപരമായ ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും. ഒന്നിനും തെറ്റാതെ ഉത്തരം പറയണം. ഓരോ ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. ചോദ്യം കേട്ട് അവളുടെ കണ്ണ് തള്ളി വെളി വരണം. ചത്തക്ക് പോയി ആര്? നിന്റെ കുഞ്ഞമ്മ. ഇതാണടാ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യം. ഞാൻ ചോദിക്കല്ല. ചോദിക്കടാ. ഇല്ല, കുസൃതി ചോദ്യം ചോദിക്കണേ അങ്ങനെ ചോദിക്കരുത്. കാള കിടക്കും കയറോടും, പിന്നെയും കിടക്കും കയറോടും, പിന്നെയും കിടക്കും കയറോടും. ഇവിടെ കിടന്ന കയറെന്തിയടാ? ഇവിടെ അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി തൂക്കടാ. വല്ല വവ്വാലങ്ങനെ വന്ന് തിന്നട്ടടാ അവനെ. അവൻ കഞ്ചാവാണ്, കഞ്ചാവ്. ഇങ്ങനെ ചോദ്യം ചോദിക്കട്ടെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കാം. ചോദിക്കും. കിക്കിലിക്കം കിളികിലിക്കം ഉത്തരത്തെ ചത്തിരിക്കും. ഒരു ഒറ്റ അടിക്ക് നീ ഇവിടെ ചത്ത് കുത്തിയിരിക്കും. പറഞ്ഞേ ഇനി ആരും ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ഒത്ത് ചത്തുകുത്തിയിരുന്നു. ഇന്ന് രാവിലെ. വേണ്ടടാ, അടക്കം കഴിഞ്ഞാണ്. എന്തുവാടാ? ആ കുടുംബത്തെ എനിക്കറിയാം. പത്തനാപുരത്ത് ചന്തേര സൈഡിൽ തട്ടിയുടെ നടത്തുന്ന ഞങ്ങളൊരു കട്ടചായൊക്കെ കുടിച്ചിട്ടുണ്ട്. ആ പാവപ്പെട്ടു എനിക്കറിയാം. റംല താത്ത. താത്തയല്ലടാ, തത്തയടാ. ഞാൻ പറഞ്ഞില്ലേ അവന് പട്ടാണ്. കഞ്ചാവാടാ ഇവൻ, കഞ്ചാവ്. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛനെ SP ആ. എന്തെന്ന്? എന്റെ അച്ഛൻ SP ആണ്. സംഭവം പൊളിഞ്ഞ്.
അവളുടെ അച്ഛൻ SP ആണോ പറയുന്നത്? എന്നൊരു കാര്യം ചെയ്യണം, അവൾ അച്ഛൻ SP ആണെങ്കിൽ അണ്ണന്റെ അച്ഛൻ യേശുദാസ് ആണെന്ന് പറ. എന്റെ അച്ഛൻ പോടാ അവിടുന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്റെ അച്ഛൻ ഈ ഓപ്പറേഷൻ കുബേരയിലൊക്കെ ഉള്ളതാ. അവിടെ തന്നെ കോർപ്പറേഷനിൽ ജോലിയുള്ള ഒരു പെരേരുണ്ടല്ലോ, അറിയാലോ? അതാര്? അവന്റെ അച്ഛൻ. പോവിടുന്നു. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ കയറി തെറ്റിക്കാതെ നീ അണ്ണൻ ചോദിക്കണ്ട. പിന്നെ എന്തായാലും നീ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ചിട്ട് പോയാ മതി. എടാ, അത് നടക്കില്ല. ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കും, വല്ലവരും പറയുമ്പോൾ ഡാൻസ് കളിക്കുന്ന ടൈപ്പ് അല്ല. എന്നാ നീ കളിക്കണ്ട. നിനക്ക് മാത്രമല്ല ഈ ഡാൻസ് ഞങ്ങൾക്ക് പറയാം. കാണിച്ച കുറടാ നമ്മൾ ഐറ്റങ്ങൾ. ഞാൻ കളിക്കട്ടെ മറ്റേ ഞാൻ ആ സ്കൂളിൽ കളിച്ച ആക്ഷൻസ് ഒന്ന് അത് കളിക്കട്ടെ. അതേ പാട്ടിട്ടോ പാട്ടിട്ടോ. പിന്നെ ഞാൻ പഠിപ്പിച്ചതാ. ആക്ഷൻ സോങ് നാക്ക് മൂക്ക് നാക്ക് മൂക്ക്. തോക്കിന്റെ പാത്തി വെച്ചോ ഒറ്റ അടി അടിച്ചോ. നാക്ക് മൂക്കും എല്ലാം ഒന്നായി പോട്ട്. ഇതൊന്നും വേണ്ട, ഇനി അവളെ തോപ്പിക്കാൻ എന്റെ മാജിക് മാജിക് അറിയാമോ നിനക്ക്? ഇപ്പൊ കാണിച്ചു കാണിക്കടാ. ഇത് കൊണ്ടോള് മുട്ട് കുത്തും മുട്ട്. ഇതെങ്ങാനും കൊണ്ടുപോയി ചാനലിൽ കട്ടൗണ്ട് അടിച്ചാൽ ഒന്ന് കളഞ്ഞാൽ. പ്രിയമുള്ളവരെ, നിമിഷങ്ങൾക്കകം ഈ വെള്ളത്തോർത്ത് ചുമക്കുന്നതായിരിക്കും. എന്തോന്നാടാ ഇത്? അല്ല, വെള്ളത്തോർത്ത് ചുമക്കുന്നത്. ഇനി ഇതിന്റെ മണ്ടയിൽ സിമന്റ് കല്ലൊക്കെ വരും. ഇനി കളിയും ചിരിയും ഒന്നും വേണ്ട. ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് ജീവനോടെ വീട്ടിൽ പോകാം. പറഞ്ഞത് കേട്ടോ. നീ നേരെ ഇവിടുന്ന് പോകേണ്ടത് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും സുരാജിനെ പറഞ്ഞ് മയക്കി ഫ്ലോറിന് പുറത്തെത്തിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റു. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്ന് ഇവള് നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ എടാ, ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ഇവളെ നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇവളുടെ അരയിൽ നമ്മളൊരു ബെൽറ്റ് ബോംബ് വെക്കും. അവിടെ ചെന്നിട്ട് സുരാജിനോട് ഇവൾ ആവശ്യമില്ലാതെ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ റിമോട്ടിൽ വിരലമർത്തും. പിന്നെ എല്ലാം തവിടുപൊടി. ഞാൻ ചിരിച്ചില്ല. ഈ അശ്വതി ഇതെവിടെ അശ്വതി വന്നേ ഇങ്ങോട്ട്. എവിടെ പോയി വിളിച്ചിരിക്കുകയാണ്? ഇങ്ങോട്ട് വാ. എത്ര സമയമായി? എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഇങ്ങോട്ട് പൊട്ടോ? ഇത് എന്തോന്ന് കണ്ണിത്തീന്ന് വരുന്നു. ഇപ്പൊ തലയ്ക്ക് ഫുൾ അസുഖമായ. അതല്ല ചേട്ടാ, ഈ കാട്. കാടോ? കാട്. എവിടെ കാട്? കൊള്ളക്കാരുണ്ടല്ലോ. കൊള്ളക്കാരോ? ഇതെന്താ ഈ പറയണ? എനിക്കൊന്നും കാര്യം പറയാം. ചേട്ടൻ അങ്ങോട്ട് പോയപ്പോഴേ എന്നെ കുറച്ച് കൊള്ളക്കാർ ചേർത്ത് തട്ടിക്കൊണ്ടുപോയി. അവരൊരു ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട്. ചേട്ടനെയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലെന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയിട്ട് നിന്നെ വെറുതെ വിട്ടോ? വെറുതെ അല്ല ചേട്ടാ വിട്ടിരിക്കുന്നത്. അവള് ചതിക്കുമെന്ന്. ഇനി ഒന്നും നോക്കണ്ട. ആ റിമോട്ടിൽ ഞെക്ക്, എല്ലാം പൊട്ടിത്തെറിക്കട്ടെ. ഒരു അബദ്ധം പറ്റിയല്ല. ബോംബിന് വരെ ഞാൻ വെച്ച് കെട്ടിയത് എപ്പം റെഡിയോ അപ്പൊ അത് പൊട്ടിത്തെറിക്കും. കിടപ്പാടോ പോയല്ലോ ദൈവമേ. ഇവരെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഇനി ഒന്നും നോക്കണ്ട, പിടിച്ച് കെട്ടടാ രണ്ടിനെയും. ആരാണ് എനിക്ക് പിടിക്കുന്നത്? നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്നത് പോവാൻ മടിയല്ലേ? കെട്ട് മതി. അല്ല, നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ ചാനലിൽ പോകാൻ പറ്റില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞ എഗ്രിമെന്റ് ഉണ്ട്. പറ്റും. ഏതായാലും അവരെ പിടിച്ച് കിട്ടിയതല്ലേ, നമുക്ക് അവരോടൊന്ന് ഒരു സെൽഫി എടുത്താലോ? ഇപ്പൊ എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ടോ? ഇത് മറ്റേ ശാർക്കര ഉത്സവത്തിന് ലോറിയിൽ പ്ലോട്ട് കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നു. അവസാനമായിട്ട് ഒരവസരം കൂടെ തരാം. രണ്ടുപേരും പോകുന്നുണ്ടോ മറ്റേ ചാനലിലേക്ക്? ഇല്ല, പോകുന്നില്ല. ഈ ചാനലിലേ നിൽക്കുന്നുള്ളൂ. അണ്ണാ, പോലീസ് പറഞ്ഞു. പോലീസാ? കളിച്ച് കളിച്ച് നിന്നെയൊക്കെ കളി ചാനലിനോടും VIP-യോടും അയലടാ. നടക്കാനല്ല സ്റ്റേഷനിലേക്ക്. വളരെ രഹസ്യമായിട്ട് ഓപ്പറേഷൻ അല്ലേ? ഇതെങ്ങനെ പോലീസ് അറിഞ്ഞു? അല്ല, എനിക്കൊരു സംശയം. നമ്മളിപ്പോ ഇരുന്ന് ഒരു സെൽഫി എടുത്തില്ലേ, അത് അപ്പോഴും ഞാൻ ഫേസ്ബുക്ക് ഇട്ടു. ഇനി അതുകൊണ്ടാണ് പോലീസ് വന്നത്. സാറേ,
എന്തായാലും ഞങ്ങളെ VIP പൊക്കിയ കേസിൽ അകത്താക്കും. ഒരു കേസും കൂടെ ഞങ്ങളെ പുറത്തുനിന്ന് ചാർജ് ചെയ്യാമോ? എന്താ? ഒരു കൊലപാതക കേസ്. അടിച്ചു കൊല്ലടാ ഈ പട്ടിയെ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMD സ്റ്റീൽ ബാസ്. അനൂപ് ചന്ദ്രൻ വീണ്ടും ഇതാ നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ്. വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ശബ്ദത്തിനുടമയാണ് അനൂപ് ചന്ദ്രൻ. ഡബിങ്ങിലേക്ക് തിരിഞ്ഞല്ലോ, ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരൊറ്റ സിനിമകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരൊറ്റ സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഡബ് ചെയ്തിട്ടുള്ളൂ. അത് 2 ഹരിഹർ നഗർ എന്ന സിനിമയിലാണ്. അതിലെ വില്ലന്. അതോടുകൂടെ ഞാൻ ഡബിങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അതിന്റെ കാര്യം, ഈ ഡബിങ് എന്ന് പറയുന്ന ഏറ്റവും ഒരു താങ്ക്ലെസ് ജോബാണ്. അതായത് ഒരു നടനും ഒരു നടിയും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ശബ്ദം തന്നത് ഇന്ന ആളാണെന്ന്. ഒരു നടനും ഒരു നടിയും പറഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ല. അതായത് അപ്പൊ ഞാൻ ഈ 2 ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയിൽ ആ വില്ലന് ഡബ് ചെയ്ത് കഴിയുമ്പോൾ ആ വില്ലൻ അവിടെ ഇരുന്ന മുഴുവൻ ആൾക്കാർക്കും താങ്ക്സ് പറഞ്ഞു. ചായ കൊണ്ട് കൊടുത്ത പ്രൊഡക്ഷൻ ബോയ്ക്ക് വരെ താങ്ക്സ് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വേദിയിൽ ഇരിപ്പുണ്ട്. ഒരു ഫംഗ്ഷന് 100ാം ദിവസം ആഘോഷത്തിന് എല്ലാവർക്കും അതിൽ താങ്ക്സ് പറഞ്ഞു. അവസാനം എനിക്ക് മാത്രമേ താങ്ക്സ് പറഞ്ഞില്ല. അപ്പൊ ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മൊമെന്റോ വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഡബിങ് ആണ്. ഡബിങ്ങിന് ഞാൻ ഒരു ക്യാരക്ടറും ഒരു കഥാപാത്രത്തിന് ഞാൻ ഡബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ശബ്ദമില്ലാത്ത നടനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇതുപോലത്തെ ഒരു ക്രൂഷ്യൽ ടൈമിൽ നമുക്ക് ചെയ്യാം. ഇനി പക്ഷേ ഇതുപോലെ ഒരു താങ്ക്ലെസ്, ഒരുപക്ഷെ ഞാൻ പറഞ്ഞു ഒരു സിനിമയിൽ ഞാൻ ഡബ് ചെയ്ത ഒരു കഥാപാത്രത്തിന്റെ ഉടമയായിട്ടുള്ള നടൻ എനിക്ക് താങ്ക്സ് പറയാതിരുന്നപ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ അനുഭവിക്കുന്ന വേദന എത്ര ഭീകരായിരിക്കും. ഒന്ന് ചെയ്തേ ആ ശബ്ദം. അതിൽ ഒരു ഡയലോഗ്, അപ്പുക്കുട്ടന് മാത്രമല്ല നിങ്ങൾക്കും അറിയാം എൻ്റെ പപ്പായെ, ഹോനായ്, ജോൺ ഹോനായ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അനൂപ് ചന്ദ്രൻ. എല്ലാത്തിനുമെതിരെ പ്രതികരിക്കും. ഇപ്പൊ ഒരു വിഷയം, ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു എന്ന് കേട്ടു. വളരെ വൈറലായ ഒരു വീഡിയോ. എന്താണ് ഇതിനൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇങ്ങനെ പറയാനായിട്ടുള്ള തന്റെ ഇടം? സുരാജിന് എവിടുന്ന വരാത്തെന്നറിയാമോ? സുരാജിന് നഷ്ടപ്പെടാൻ പലതും ഉണ്ട്, അതാണ് വരാത്തത്. അനൂപിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇല്ല, ഞാൻ 10 പശുവിനെ അഴിച്ചങ്ങോട്ട് വിട്ടാൽ മതി, പ്രകൃതി തിന്നാൻ കൊടുത്തോളൂ. അല്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് വീടൊക്കെ വെച്ചത്? ഇതൊക്കെ പറയാം അല്ലേ? അങ്ങനെയല്ല, നമ്മള് കലാകാരൻ എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട ഈ പൊതുജനം നമ്മളെ എന്താ പറയുക, സ്നേഹത്തോടെ അവരുടെ കൈവെള്ളയിൽ അവർ നമ്മളെ ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു കാരണം, അവർ ചില അപകടത്തിൽപ്പെടുമ്പോൾ ആ അപകടം ചൂണ്ടിക്കാണിക്കാനും അവരുടെ കൂടെ നമ്മൾ നിൽക്കും എന്നൊരു വിശ്വാസത്തിന്റെ പേരിൽ അവർ നമ്മളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരുടെ വിഷമങ്ങൾ മാറ്റുന്നു. അപ്പൊ ആ സമയത്ത് ഒരു നിലപാടോടുകൂടെ നിൽക്കേണ്ട ഒരു ജോലിയാണ് ഒരു കലാകാരൻ്റെതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ജനവുമായിട്ട് ബന്ധപ്പെടുന്ന, ജനത്തിന്റെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം, അതാരാണ് എന്താണ് എന്നൊക്കെ പിന്നീടുള്ള പ്രശ്നമാണ്. നമുക്ക് പറയാനുള്ളത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ ശത്രുത ഉണ്ടാവും എന്ന് പറയാം. ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ വെച്ചിട്ടുള്ള വൈറലായിട്ടുള്ള 2-3 സ്റ്റേറ്റ്മെന്റുകൾ എന്നെ ഇതുവരെ ഫോണിൽ പോലും ഒരാൾ പോലും വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് മോശമായി പോയെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞാൽ, പക്ഷെ ജനം ഏറ്റു പറഞ്ഞു, അനൂപേ അത് ഗംഭീരായി, അതെ അതെ അതെ. അതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് ഇതാണ്, എല്ലാവരും അത്തരം വിഷയങ്ങൾ ഇടപെടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ജനാധിപത്യ രാജ്യം നമുക്ക് കിട്ടും. ഇനി നമുക്ക് അശ്വതി റൗണ്ടിലേക്ക് കിടക്കാം. റെഡി? അപ്പൊ അനുപേട്ടാ, ഇത് നമ്മുടെ ഒരു പ്രത്യേക തരം കലാപരിപാടിയാണ്. ഇവിടെ വരുന്ന എല്ലാ അതിഥികളോടും നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അത് ജനറൽ നോളജ് ആവാം, കുസൃതി ചോദ്യമാവാം, എന്തും ആവാം. പക്ഷെ ഇന്നും കൂടുതലും കുസൃതി എന്നാ തോന്നുന്നത്. ചേട്ടനും അങ്ങനെ തോന്നിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ റൗണ്ട് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. വേണമെങ്കിൽ ഒരു മണി അടിച്ചോട്ടോ. നമ്മുടെ ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് എന്ത്? ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ജനനം മുതൽ മരണം വരെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്താ? ചവിട്ടുപടിയാണ്. ചവിട്ടുപടിയൊന്നും അല്ല, അത് വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോവാലോ.
ജനനം മുതൽ മരണം വരെ കയറി ജനനം മുതൽ മരണം വരെ. അതാണ് പോയിന്റ്. ആരും പറയാൻ പാടില്ല, ഇവര് തന്നെ പറയും. ഷർട്ടാണ്. ഷർട്ട് പിന്നെ ഞങ്ങളൊക്കെ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. പോ ചേട്ടാ, നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും. സിറാജേട്ടൻ കൈ ഒഴിഞ്ഞു, അതാണ് ആ നിപ്പിന്റെ അർത്ഥം. അല്ല, ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ. ഉത്തരം എനിക്ക് ഓഡിയൻസ് ആയിട്ട് ആലോചിക്കാവാ. ഓഡിയൻസുമായിട്ട് ആലോചിക്കാന്ന് വെച്ചാൽ ചേട്ടൻ പകുതി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കുറെ പറയും. അപ്പൊ ഏതെങ്കിലും ഒന്ന് റെഡിയാവും. ഡെയിലി കയറി ഇറങ്ങുന്നതാ. ഡെയിലി കയറി ബസ്സിലാണ്. അല്ല, നമ്മുടെ ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് എന്ത്? കാല് പൊക്കി കാണിക്കുന്നോ? എന്തിനാ തൊഴിക്കുന്നതാണോ? തൊഴിക്കുന്നു പറയുന്നത്. കയറി ഇറങ്ങുന്നത് കയറി ഇറങ്ങുന്നത് എന്താണ്? കാലാണോ? കാലൊന്നും അല്ല. ജനിച്ച കൊണ്ട് നടക്കാൻ പറ്റുമോ? ഇത് ജനിച്ച് സ്പോട്ട് തൊട്ട്, ജനിക്കുന്ന ആ നിമിഷം തൊട്ട്, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപ് തൊട്ടെന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും. ഞാൻ പറയട്ടെ ചേട്ടാ, ശ്വാസം. ശ്വാസം കറക്റ്റ് അല്ലേ? അതില്ലേ? മരണം വരെ അല്ലേ? മരണം വരെ ഇതിങ്ങനെ കയറി ഇറങ്ങല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കയറി ഇറങ്ങും. നല്ലൊരു ശ്വാസം വലിച്ചു. അല്ല, കൂട്ടുകാരന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ക്ഷീണം മാറാൻ നല്ലൊരു ശ്വാസം വലിച്ചു. അടുത്ത ചോദ്യം. ഓക്കെ, 8 പേര് 40 മിനിറ്റ് കൊണ്ട് ഒരു മതിൽ പണി തീർക്കുന്നു. ഓക്കെ, അതേ മതില് 4 പേര് പണിയാൻ എത്ര ടൈം എടുക്കും? 8 പേര് 40 മിനിറ്റ് കൊണ്ട് ഒരു മതിലിന്റെ പണി തീർക്കുന്നു. അതേ മതില് 4 പേര് പണിയാൻ എത്ര സമയം എടുക്കും? ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുന്നുണ്ടോ? ആരെങ്കിലും പറയുന്ന ഇത്ര നേരം ഞാൻ നിന്ന്. ഞാൻ പറയട്ടെ എന്നാ? പറ ചേട്ടാ, 8 പേര് കൂടി പണി തീട്ടാലേ പിന്നെ എന്തിനാ 4 പേര് വെറുതെ മെനക്കെടുന്ന? അതിന്റെ പണി തീർന്നില്ലേ? അതാണ് നമ്മുടെ റൂട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. വൗവൽസ് AIOU ഒന്നുമില്ലാത്ത 7 ലെറ്റേഴ്സ് എങ്കിലും മിനിമം ഉള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് പറയോ? വവൽസ് എല്ലാം കൂടി വരുന്ന ഇല്ല, ഒന്നുമില്ലാത്ത വവൽ സൗണ്ട്സ് ഒന്നുമില്ലാത്ത. അയ്യോ, അതെനിക്ക് അറിയാമായിരുന്നല്ലോ. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇതൊക്കെ നമുക്കറിയാം. ഓഡിയൻസ് പരാജയം സംഭവിച്ചു. എന്നാൽ ആ വാക്കാണ് റിഥം. റിഥം എന്നുള്ള വാക്കില് വവൽ സൗണ്ട്സ് ഒന്നും വരുന്നില്ല. RHYTHMS റിഥംസ് എന്ന് എഴുതുമ്പോഴാണ് 7 ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തൊരു ചോദ്യം. എളുപ്പമുള്ളതാ. ഇതെന്തായാലും നല്ല എളുപ്പമുള്ളതാ. ചേട്ടൻ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ പറയാൻ പറ്റുന്നതാണ്. ലോകത്താദ്യമായി ആപ്പിൾ കായ്ച്ചത് എവിടെയാണ്? ആപ്പിൾ ഉണ്ടായത്, ആപ്പിൾ കായ്ച്ചത് എവിടെയാണ്? ലോകത്താദ്യമായിട്ട് ആപ്പിൾ കായ്ച്ചത് ഏതൻ തോട്ടത്തിലാ? ഏതൻ തോട്ടത്തിൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ കറക്റ്റ് ആവണം. ഏകദേശം അടുത്തെത്തി. മരത്തില്. ഏറ്റവും കൂടുതൽ ആപ്പിൾ ആദ്യമായിട്ട് കണ്ടത് മരത്തിലാണ്. ആദ്യമായിട്ട് ആപ്പിൾ കായ്ച്ചത് ഒരു ആപ്പിൾ മരത്തിൽ തന്നെയാണ്. യാതൊരു തർക്കവും ഇല്ല ആ കാര്യത്തില്. എല്ലാവർക്കും പിടിയിട്ട് തുടങ്ങി. ശരി, അതാണ് നമ്മുടെ റൂട്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അവൻ എച്ചി ആവുന്നത് എപ്പോൾ? എച്ചി ആവുന്നത് എപ്പോൾ? എപ്പോഴാ? ഈ ഹോട്ടലിലൊക്കെ ഒരുപാട് ഈ ഹോട്ടൽ മറ്റേ കുക്കറി ഷോ ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ? അവൻ എച്ചി ആവുന്നത് എപ്പോൾ? അച്ചി കൂടെ ഉള്ളപ്പോഴല്ലോ. അപ്പൊ ചിലപ്പോ ആവുമായിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. ആ പയ്യൻ കൈ ഒഴിഞ്ഞു, അവന്റെ അടുത്ത് ഒരെണ്ണേ ഉണ്ടായിരുന്നു. എച്ചി, അത്രേ ഉള്ളൂ, കുഞ്ഞു വാക്ക്. അവൻ എച്ചി ആവുന്നത് എപ്പോൾ? കൊണ്ടുമ്പോഴും ഉറങ്ങുമ്പോഴും ഒന്നല്ല, ചുമ്മാരുതേ ഓരോ ഉത്തരം കൊണ്ടുവരാ. ഒന്നല്ല, തുമ്മുമ്പോ. അത് അച്ചിയല്ല ചേട്ടാ. ഇവിടെ ആരോ പറഞ്ഞു ഹി. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവനെ ഇങ്ങോട്ട് വിട്ടേ. ഒന്ന് നമസ്കരിച്ചേക്ക്. ഒരാളെ എന്താ മോന്റെ പേര്? ജഗന്നാഥൻ. അവൻ ഉത്തരം പറഞ്ഞില്ലെങ്കിലും അത്ഭുതമുള്ളൂ. നമ്മുടെ ഇതിനകത്തൊരു ചെറിയൊരു ട്വിസ്റ്റ്. ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കും. ഇതിന് പറ്റിയ നല്ല കുസൃതിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി. ഓക്കെ,
ആദ്യത്തെ ഉത്തരം മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർന്ന് ഉത്തരം വരാൻ പറ്റിയ ഒരു ചോദ്യം പറഞ്ഞതാ. മുല്ലപ്പെരിയാർന്ന് ഉത്തരം വരണം. ഓക്കെ, അതിനകത്തൊരു തമാശ വേണം. ഓക്കെ. കേരളത്തിനുള്ളിൽ തമിഴ്നാടിനൊരു അണക്കെട്ടുണ്ട്. Yes. അതാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ. ഇപ്പൊ 4 അവരുടെയാണ് അവർ പറയുന്നത്. എന്നാലും മുല്ലപ്പെരിയാർ അത് റൈറ്റ് ആൻസർ ആണ്. അടുത്തത് ഉത്തരം കിട്ടേണ്ടത് അനൂപ് ചന്ദ്രൻ എന്നാണ്. മഹാനായ സിനിമാ നടൻ ആര്? സുരാജന്റെ പേര് പറയാലോ. വേറൊരു ചോദ്യം. അനൂപ് ചന്ദ്രൻ എന്ന് ഉത്തരം കിട്ടണം. സാമൂഹിക പ്രതിബദ്ധതയുള്ള മലയാള സിനിമയിലെ ഏക നടൻ. തെറ്റ്. ഒരുപാട് പേരുണ്ട്. ക്ലാസ്മേറ്റ്സിലെ പഴം തുണി എന്ന കഥാപാത്രത്തെ അതിനെ അതാണ് ഉദ്ദേശിച്ചത്. റെഡി. അപ്പൊ കഴിഞ്ഞു. അനൂപ് ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല. ഫസ്റ്റ് അപ്പൊ നമുക്കൊരു ഡബ് സ്മാഷ് ചെയ്താലോ? റെഡി. രാജസേന സാറ് പിന്നെ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു സിനിമയുണ്ട്, മേലെപ്പറമ്പിൽ ആൺവീട്. അതിൽ അമ്പിളിച്ചേട്ടനും പിന്നെ അതുപോലെ തന്നെ മീന ചേച്ചി, ശോഭന ചേച്ചി. അപ്പൊ ഇവര് 3 പേരുമായിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. റെഡി? അതിൽ അമ്പിളിച്ചേട്ടൻ താങ്കളാണ്. அண்ணன் அக்கா சக்க தங்கச்சி நான் உன்னை விட மாட்டேன் நீ என் புன்னகை மன்னன் വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? പോടാ. സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടേ. എന്തായാലും ആ പോർഷൻ മനോഹരമാക്കി. മോശമായിരുന്നോ? എന്താ പറഞ്ഞ? തകർപ്പൻ ഡബ് സ്മാഷ് ആയിരുന്നു. നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മളത് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? പോടാ. സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടേ. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. വെൽക്കം ബാക്ക് ടു ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാസ്. അപ്പോൾ ഇനി അനൂപിന് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനോട് പറയാനുള്ളത്? കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രേക്ഷകരോട്. കോമഡി സൂപ്പർ നൈറ്റ് ഒരു സൂപ്പർ പരിപാടിയാണ്. അത് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കസറിനുണ്ട്. ഇത് ലൈവായിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ വലിയ കൃത്രിമത്വം ഇല്ലാത്ത അവതരണമാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു ആകർഷണമായിട്ട് തോന്നിയത്. വളരെ ഫ്രീ ആയിട്ട് ഇതുപോലെ സാധാരണ മനുഷ്യന്മാർ വർത്തമാനം പറയുന്ന ഭാഷയിൽ, നമ്മൾ മലയാളികൾ വർത്തമാനം പറയുന്ന ഭാഷയിൽ നല്ല മലയാളത്തിൽ ഇനി തുടർന്ന് അവതരിപ്പിച്ചാൽ ഇത് 1000, 2000, 3000 എപ്പിസോഡിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനൂപ് ചന്ദ്രൻ ഇന്ന് ഈ വേദിയിൽ എത്തിയതിൽ. ഇത്രയും നേരം അനൂപ് ചന്ദ്രൻ്റെ കുറച്ച് കഥകളെല്ലാം പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. പുതിയ സിനിമ ഇപ്പൊ ഏതാ ഉള്ളത്? ഇപ്പൊ ഞാൻ തമിഴ് നാദിയ കൊല്ലപ്പെട്ട രാത്രി, അത് തമിഴ് ഷാജി കൈലാസ് സാർ ചെയ്യുന്നു. ഓ, അങ്ങനെ തമിഴിൽ ആദ്യത്തെ കാൽവയ്പ്പാണ്, ഫസ്റ്റ് പടം. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്ത വേഷം അവിടെ ഞാൻ തന്നെ ചെയ്തു. ഗുഡ്. തമിഴില് കാൽവയ്പ് നടത്തുന്നത് ഗംഭീരമാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.
Night Co-presented by Kairali TMT Steel Barsന്റെ രസകരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.